ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല പഴുത്ത ഏത്തപ്പഴമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റാവുന്ന നല്ല കിട്ടില്ല സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പം മസാല ഒട്ടും തന്നെ വഴറ്റാതെ നല്ല മധുരത്തിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. രണ്ട് വലിയ ഏത്തപ്പഴം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വൈകുന്നേരം 4 മണി ചായക്കൊക്കെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് പഴം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 വലിയ ഏത്തപ്പഴമായിട്ട് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മീഡിയം സൈസുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വരെ നമുക്ക് എടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഏത്തപ്പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങ് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് തീരെ ചെറുതൊന്നും ആക്കണ്ട, ഒരുപാട് വലുതും ആക്കണ്ട, കാരണം നന്നായിട്ടൊന്ന് ഇങ്ങ് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നെയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യിൽ കിടന്നുകൊണ്ട് നന്നായിട്ട് തന്നെ നമ്മുടെ പഴം പതുക്കെ ഒന്നങ്ങ് വരണ്ട് വരണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അത്രമാത്രം മതി. ഇത്രയും മാത്രം മതി. അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ സ്നാക്സിന്. അപ്പോൾ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ശരിക്കും പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് വഴന്ന് നല്ലതായിട്ട് കുഴഞ്ഞു പോകണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ ശരിക്കും മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് കോരി മാറ്റി വയ്ക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴമൊന്നും വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇതിലും കൂടുതൽ ഒരുപാടങ്ങ് ഉടഞ്ഞു പോകാനായിട്ട് അനുവദിക്കരുത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 1.25 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിവൊന്നും വേണ്ട കേട്ടോ പാത്രം. ആ നെയ്യുടെയും പഴത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോട്ടെ. ഒരു 1.25 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വറുത്ത റവയായിട്ട് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ശരിക്കും നമ്മുടെ റവയൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. കണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു പരിവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പഴവും റവയൊക്കെ നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് കോട്ടിങ്ങും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇതേപോലെ ഹാൻഡ് വിസ്ക് വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കട്ടകളൊന്നുമില്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടതായി ഇതേപോലെ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഉപ്പ് ചേർത്തേണ്ടായിരുന്നില്ല, അതുകൊണ്ടാട്ടോ ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തത്. കണ്ടോ, ഒരുപാട് കട്ടിയൊന്നുമില്ലാതെ പാകത്തിനായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി നമ്മളൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റെഡിയായിട്ട് വരുന്ന നമ്മുടെ മിക്സ് ഈ കോട്ടിങ്ങിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിനും നന്നായിട്ടൊന്ന് മുക്കി നേരെ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. നമ്മൾ റെഡിയാക്കി വെച്ച പഴമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്കാട്ടോ നമ്മൾ മാറ്റി വെച്ചത്. അപ്പോൾ ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ റവയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. റവയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കൂടെ തന്നെ ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഴത്തിൻ്റെ മധുരം എത്രയുണ്ടോ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ നല്ല മധുരമുള്ള പഴം എടുത്തുകൊണ്ട് തന്നെ ശരിക്കും പഴുത്ത പഴം എടുത്തുകൊണ്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചില പഴമെന്നൊക്കെ പറയുന്നത് നന്നായിട്ടങ്ങ് ശരിക്കും കൂടി പഴുത്ത പഴമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചേർത്ത് കൊടുത്ത റവയുടെ മിക്സ് കൂടാതെ കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലാന്നുണ്ടെങ്കിൽ മൈദയോ അരിപ്പൊടിയോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തത് ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് ആക്കിയെടുക്കണം. അതായത് കയ്യിലെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റാവുന്ന പരുവത്തിൽ ഒന്നാക്കിയെടുക്കണം.
അപ്പോൾ ചില പഴം എന്നൊക്കെ പറയുന്നത് നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പഴമൊക്കെ എടുത്ത് ശരിക്കും അങ്ങോട്ട് ഉടച്ച് വരാൻ നേരത്ത് നമ്മൾ ഈ ചേർത്ത് കൊടുത്ത റവ മാത്രം പോരാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ബ്രെഡ് ക്രംസോ അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൈദയോ ചേർത്ത് കൊടുത്ത് നമ്മുടെ കയ്യിൽ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റാവുന്ന പരുവത്തിൽ ആക്കിയെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ റവ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി നോക്കിയിട്ട് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഷേപ്പാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഇതേപോലൊരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഫിംഗർ ഷേപ്പിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ഉന്നക്കായയുടെ ആ ഒരു ഷേപ്പിലൊക്കെയാണ് നമുക്കിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. തീരെ ചെറുതുമല്ല എന്നാൽ ഒരുപാട് അങ്ങ് വലുതുമല്ലാത്ത ഒരു മീഡിയം സൈസ് പാകത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് നേരെ ഓയിലിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, ഇതിപ്പോൾ കയ്യിലെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില പഴത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ചില പഴം കുഴപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. റവയല്ലാതെ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല, ചിലപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പഴത്തിൻ്റെ മിക്സും നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. കണ്ടത് ഇപ്പോൾ കാണാൻ തന്നെയാണെങ്കിലും നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഓയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്നാക്സ് ഓരോന്നും നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ പതുക്കെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുവാണ്. നമ്മുടെ പഴവും റവയും എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നതാണ്. ഇനി പുറംഭാഗിയൊക്കെ ആണെങ്കിലും ഒന്നങ്ങ് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടതാ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ കളറൊന്നും മാറാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ സ്നാക്സും ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഒരുപാട് ഓയിലൊന്നും കുടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ പഴം റവയും കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഏത്തപ്പഴമൊക്കെ ഒരുപാടങ്ങ് പഴുത്ത് കയ്യിലൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ കുട്ടികളൊന്നും കഴിക്കാത്ത സമയത്ത് ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല മധുരത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഇനിയിപ്പോൾ മധുരം അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് കുറയ്ക്കാം. അത് പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, നല്ല ചൂട് ചായക്കൊപ്പം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാടങ്ങ് തണുത്ത് പോകാതെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാടൊന്നും അങ്ങ് മുരിഞ്ഞൊന്നും പോകാതെ നല്ല മധുരത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.